ഹലോ ഗൈസ്, നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മളിന്നൊരു കുട്ടി ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് കേട്ടോ. ലുലുവിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിലേക്ക് അത്യാവശ്യം ഗ്രോസറി ഐറ്റംസ്, പിന്നെ മോൻക്ക് 2-3 പ്രോഡക്റ്റ്സും കൂടി വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഞാൻ പോയത് മോൻക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനാണ് കേട്ടോ. അതാകുമ്പോൾ ഒന്നുപോലും വിട്ടുപോകാണ്ട് നമുക്ക് ലാവിഷായിട്ട് നോക്കിയ സാധനങ്ങളൊക്കെ മേടിക്കാം. പിന്നെ അതാ മോൻക്ക് പുതിയൊരു ബ്രഷും കൂടി വേണമായിരുന്നു. അപ്പോൾ ഹാർഡാണോ സോഫ്റ്റ് ആണോ എന്ന് ഞെക്കിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ സൗദിയിൽ അത്യാവശ്യം തണുപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ലോഷൻസും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ മോൻക്ക് സോപ്പ് വേണം, അങ്ങനത്തെ. ഞാൻ മോൻക്ക് സെബാമെഡ് തന്നെയാണ് കേട്ടോ ചെറുപ്പം മുതലേ യൂസ് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള സെക്ഷനിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ ടൈം ആയപ്പോഴത്തേന് ഏകദേശം മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു 9 മണിയൊക്കെ ആയിട്ടോ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. മിസ്റ്റർ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ടാകുമ്പോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകട്ടെ. അതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല. വ്യാഴാഴ്ച പിന്നെ കളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇറങ്ങലാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫിഷിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടുന്ന് മീൻ വാങ്ങുമ്പോൾ എപ്പോഴും ഒരേ മീനാണ് കേട്ടോ വാങ്ങൽ. മീൻസ് ഒരേ ടൈപ്പ്. കാരണം വേറെ മാറ്റി വാങ്ങലില്ല. കാരണം ഒരു പ്രാവശ്യം മീൻ വാങ്ങിയിട്ട് നല്ല 8ൻ്റെ പണി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മീൻ ഇവിടുന്ന് വാങ്ങിയിട്ടേ ഇല്ല. ഇപ്രാവശ്യം വന്നിട്ടാണ് കേട്ടോ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ മീൻ വാങ്ങാനായിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ മോൻക്കൊരു കിൻഡർ ജോയ് ഒക്കെ എടുത്തു കൊടുത്ത് ട്രോളിയിൽ അടക്കി നല്ല കുട്ടിയാക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഷോപ്പിംഗ് അടുത്ത വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ അതുവരേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നോക്കി എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മോൻക്ക്. പിന്നെ നമ്മൾ എപ്പോഴും ചിക്കൻ നഗറ്റ്സ് എടുക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കണതില്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം അത് സ്കിപ്പ് ചെയ്തു. പിന്നെ അത് ഈ ഒരു ഏരിയ എത്തിയപ്പോൾ മോൻക്ക് ബലൂൺ വേണം പറഞ്ഞിട്ട് ഭയങ്കര ഒരു കുറുമ്പായിരുന്നു. അപ്പോൾ പിന്നെ ബലൂണൊക്കെ എടുത്തു കൊടുത്ത് ആളപ്പം തന്നെ ആളുടെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എവിടെ പോയാലും നമ്മുടെ ഒരു വീഡിയോ മസ്റ്റ് ആണല്ലോ. പിന്നെ പരമാവധി മോനത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിൻ്റെ തൊട്ട് തന്നെയുള്ള ഫൺ പാലസ് പറഞ്ഞ ഈ ഒരു പ്ലേസിൽ മോന് ലുലുവിൽ വന്ന അപ്പം ഇവിടെ കയറി കളിച്ചിരിക്കണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു റൂട്ടീൻ കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു പകൽ മുഴുവൻ റൂമിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ അവൻ്റെ ഡെവലപ്മെൻറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു ടൈം ആവശ്യമാണല്ലോ എന്നുള്ള നിലക്ക് നമ്മൾ അങ്ങനെ വിടും. ഇപ്പോൾ എങ്ങനെ പോയാലും വീക്കിലി വൺസ് നമ്മളിങ്ങനെ മോനെ കളിക്കാനായിട്ട് കൊണ്ടുവരലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മലാസ് ലുലുവിലാണ് കേട്ടോ. അവിടെ റിയാദിലുള്ള മലാസിലുള്ള ആൾക്കാർക്ക് ഏകദേശം അറിയുന്നുണ്ടാവും. പിന്നെ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ കാറിൽ വെച്ചിട്ട് ഇതായിക്കുക കാർ വാഷ് ചെയ്യാനായിട്ട് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ ഞാൻ നേരെ തിരിച്ച് മോൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറിയ ടൈം പോണതേ അറിയില്ല. മോനാണെങ്കിൽ എല്ലാ ഗെയിംസിലും കയറി കളിച്ച് ആൾ ഫുൾ ഹാപ്പിയാണ് കേട്ടോ. ആദ്യമൊക്കെ ആരെങ്കിലും ഒന്ന് കൂടെ കയറുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ആൾ യൂസ്ഡ് ആയതുകൊണ്ട് പിന്നെ ആരും കൂടെ കയറണം അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ ക്ലോസിങ് ആണ്. അപ്പോൾ പിന്നെ നമ്മൾ പോരാനായപ്പോൾ അവിടുന്ന് ക്യാരമൽ പോപ്കോൺ വാങ്ങിയിരുന്നു കേട്ടോ. അടിപൊളിയാണ്, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മോൻക്കൊരു കോട്ടൺ ക്യാൻഡിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത്രയും നേരം കൂടി ആയതല്ലേ വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ലുലുവിൻ്റെ അടുത്ത് തന്നെയുള്ള മക്ഡൊണാൾഡ്സിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം, അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ നമ്മുടെ ലുലുവിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് കേട്ടോ മിസ്റ്റർ ഹസ്ബൻഡിൻ്റെ ഓഫീസൊക്കെ വരുന്നത്. അങ്ങനെ ഇത് ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ ബർഗർ. അപ്പോൾ ബർഗർ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇപ്പോൾ ഉള്ള വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ മോൻ കാണാണ്ട് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളും കുടിക്കലാണ്. അത് വേറെ ഒന്നുമല്ല, തണുപ്പായതുകൊണ്ടാണ് കേട്ടോ മോൻക്ക് കൊടുക്കാത്തത്. അവനക്കാണെങ്കിൽ കോൾഡും ഫീവറും അങ്ങനെയാണ്, ചെറുതായിട്ട് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.